എല്ലാരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യമാണ് എമ്പുരാൻ എത്രയാണ് ബജറ്റ്, എമ്പുരാൻ എത്രയാണ് ബജറ്റ് എന്ന്. എന്നാൽ പൃഥ്വിരാജ് എമ്പുരാന്റെ ബജറ്റ് പുറത്ത് പറഞ്ഞേക്കാണ്. പൃഥ്വിരാജ് പറഞ്ഞത്, നിങ്ങൾ ഈ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ബജറ്റ് തോന്നുന്നത് അതാണ് ഈ പടത്തിന്റെ ബജറ്റ്. അതിന്റെ കൂടെ പൃഥ്വിരാജ് ഒരു ബെറ്റിന്റെ കഥയും കൂടി പറയുന്നുണ്ട്. എമ്പുരാന്റെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ ആയിട്ടുള്ള ബെറ്റാണ് പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആന്റണി പെരുമ്പാവൂരിനോട് പൃഥ്വിരാജ് പറഞ്ഞു, ഈ പടം കണ്ടിറങ്ങുന്ന പ്രേക്ഷകര് എന്തായാലും പ്രൊഡ്യൂസർ മുടക്കിയ ബജറ്റിനെക്കാട്ടി മുകളില് ഈ പടത്തിന് ബജറ്റ് വന്നിട്ടുണ്ടെന്ന് പ്രേക്ഷകര് പറയും. അതുപോലെ തന്നെ പൃഥ്വിരാജ് എമ്പുരാൻ ഷൂട്ട് ചെയ്യാൻ എടുത്ത പ്രോസസ്സിനെ പറ്റിയിട്ടും ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, മുരളി ഗോപി ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് റെഡി ആയതിനു ശേഷം പൃഥ്വിരാജിന്റെ കയ്യിൽ കൊടുത്തു. പൃഥ്വിരാജ് ഈ സ്ക്രിപ്റ്റ് കിട്ടിയതിനു ശേഷം ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി റെഡിയാക്കി. അതിനുശേഷം വീണ്ടും പൃഥ്വിരാജ് മുരളി ഗോപിന്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ഡിസ്കഷൻ ഇരുന്ന് പിന്നെയാണ് മുരളി ഗോപിയും പൃഥ്വിരാജും തമ്മിൽ തർക്കത്തിന് ശേഷമാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. ആ സ്ക്രിപ്റ്റ് ആണ് ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് എമ്പുരാന്റെ സ്ക്രിപ്റ്റ് ബൈഹാർട്ട് ആണെന്ന് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ ചെല്ലുന്ന സമയത്ത് അനാവശ്യ സീനുകൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. എമ്പുരാൻ പൃഥ്വിരാജ് ഷൂട്ട് ചെയ്ത ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 അവറും 1 മിനിറ്റും ആണ്. എന്നാൽ സെൻസർ ചെയ്തത് 3 അവറാണ്. അപ്പൊ ആകെ 1 മിനിറ്റ് ആണ് എമ്പുരാന്ന് എഡിറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പൃഥ്വിരാജ് പറയുന്നുണ്ട്. എമ്പുരാന്റെ എൻഡ് കാർഡ് കാണാതെ ആരും തിയേറ്റർ വിട്ട് പോകരുത്, അതിലൊരു സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്.